ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പുട്ട് പൊടിക്കുന്നതിൻ്റെ വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിയില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ്. എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ 2 വീഡിയോ ആയിട്ട് ഇടാൻ കാരണം എല്ലാവർക്കും പുട്ടുണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ള മിക്ക ആൾക്കാർക്കും അറിയാം. പക്ഷേ പുട്ടുപൊടിയായിരുന്നു കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ടും ഇടുന്നത്. അപ്പം ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞ ശേഷമാണ്. അവസാനം 1 കപ്പ് ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ ആക്ച്വലി പുട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തത്. ബാക്കി പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം 1 മാസത്തോളം സുഖമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ പുട്ടുപൊടി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതും. പുട്ട് എന്താ പറയുക, നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടിനെക്കാട്ടിലും വീട്ടിലുണ്ടാക്കുന്ന പുട്ടിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അടിപൊളി സ്വാദാണ്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും ഹെൽത്തിയും സേഫ്റ്റിയും ഒക്കെ അതാണ്. അപ്പം എന്തായാലും അത് തന്നെയായിരിക്കും നല്ലത്. ടേസ്റ്റും അതാണ് ഏറ്റവും കൂടുതൽ. വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ഞാനൊരു മസാലക്കറിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഞാൻ അടുത്ത റെസിപ്പി ആയിട്ട് ഇടാം, ഉടൻ തന്നെ ഇടാം. അപ്പം വളരെ ഈസിയാണ്. ആ മസാലക്കറിയുടെ ഒപ്പം പുട്ടും ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു മസാലക്കറിയാണ്, വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ ഒരു മസാലക്കറിയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ഇന്ന് എങ്ങനെയാണ് പുട്ടുണ്ടാക്കേണ്ടതെന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഓൾറെഡി 2-3 പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ബാക്കി ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ ഏകദേശം 1 കപ്പോളം വരും. ലാസ്റ്റ് ബാച്ചാണ് കേട്ടോ. ഇതിപ്പോൾ പൊടിച്ചിട്ട് ഏകദേശം 1 മാസത്തോളം ആയി കേട്ടോ. അപ്പം 1 കപ്പും കുറച്ചുകൂടി എക്സ്ട്രാ ഇരിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് കൂടെ എക്സ്ട്രാ വരും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പുട്ടുപൊടിയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണൂ. നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് പുട്ട് പൊടിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇതിലേക്ക് പുട്ടിൻ്റെ പൊടി മുഴുവൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും തരിതരിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ അതേ കപ്പിൽ തന്നെ 1 കപ്പോളം തന്നെ വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചായി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. നന്നായി കുതിർന്ന് വരണം, എന്നാലേ പുട്ട് ശരിക്കും ടേസ്റ്റായിട്ട് വരുള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അളവിന് ശരിക്കും ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാകും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. കണ്ടോ, നന്നായി വറുത്തെടുത്ത് കഴിഞ്ഞാൽ 1 മാസമായാലും കേടുവരില്ല. ഫ്രിഡ്ജിൽ വെച്ചതാണ്, പക്ഷെ സ്റ്റിൽ കേട് വന്നിട്ടില്ല. കണ്ടോ. ഇനി നമുക്ക് ഈ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എത്ര വന്നു എന്നുള്ളത്, വെള്ളം എത്ര ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, പിടിച്ച് നോക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് ഒരു ബോളായിട്ട് വരണം. അതാണ് നമുക്ക് പുട്ട് കുഴയ്ക്കുന്നതിൻ്റെ പാകം. അപ്പോൾ ഇങ്ങനെ കുഴച്ച് നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ബോളാക്കാൻ നോക്കിക്കോളൂ. അതാ കണ്ടോ ബോളാവുന്നത്. പിന്നെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ടിട്ടൊന്നും അടിക്കാറില്ല. അപ്പം അല്ലാതെ തന്നെ എനിക്ക് പുട്ട് നല്ല സോഫ്റ്റായിട്ട് വരാറുണ്ട്. അപ്പം കുറച്ച് ചെറിയ ഉണ്ടകൾ എനിക്കിരിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നല്ല നാടൻ പുട്ടായിട്ട് വരണം. വലിയ ഉണ്ടകൾ മാത്രമേ ഞാൻ ഉടച്ചു കൊടുക്കുള്ളൂ. ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പം നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുട്ടിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ കാണിച്ചു തന്നത് മാത്രം. അപ്പം കണ്ടോ, ഇനി ഇത് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. സമയമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ആകെ 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി 3/4 കപ്പ് വെള്ളവും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇത്രയും വെള്ളം മതി നമുക്ക്. അപ്പം
ഞാനൊന്ന് കൈയൊക്കെ കഴുകിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ആ പുട്ടുകുറ്റിയിലും വെള്ളം വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനത്തെ ഇതിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി പുട്ടുകുറ്റിയിൽ തേങ്ങയും ഈ പുട്ടുപൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഞാൻ ഈ പുട്ടുപൊടിയിൽ തന്നെ നമ്മൾ കുഴച്ച് വെച്ചതിലേക്ക് തന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പുട്ട് ആയി വരുന്ന സമയത്ത്. അപ്പം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ തേങ്ങ ചിരകിയത് ഞാനതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അമ്മ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. എപ്പോഴും ഈ പുട്ടുപൊടിയിൽ കുഴയ്ക്കുമ്പോൾ തന്നെ ഈ തേങ്ങയും കൂടെ ഇട്ടിട്ടാണ് അമ്മ മിക്കപ്പോഴും കുഴയ്ക്കുക. ഇനിയും ടേസ്റ്റ് കൂടും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എനിക്കും ഇത് ഭയങ്കര സൂപ്പർ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. സാധാരണ ലെയറിങ്ങിനേക്കാട്ടിലും ഇതിൽ കുറച്ചിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. കണ്ടോ, ക്വാണ്ടിറ്റി കൂടിയത് കണ്ടോ. ഇത് നമുക്ക് ഏകദേശം 2 കുറ്റിയോളം കിട്ടും കേട്ടോ. ഫുള്ളായിട്ട് 2 കുറ്റിയും പിന്നെ ഒരു ചെറിയൊരു ചിരട്ട പുട്ടിൻ്റെ അത്രയും കിട്ടും. കറക്റ്റായിട്ട് ആ ഒരു ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് വരും. അപ്പം ഇനി ഞാനിത് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം നമുക്ക് കുറച്ച്, ഇതാണ് പുട്ടുകുറ്റി. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, ഉള്ളിലൊരു ചില്ലുണ്ടാവും. ആ ചില്ല് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. വളഞ്ഞോ തിരിഞ്ഞോ ഒന്നും ഇരിക്കാൻ പാടില്ല. കണ്ടോ, കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഏകദേശം ഒരു 1-2 ടീസ്പൂണോളം ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും പുട്ട് നിറയ്ക്കുന്ന സമയത്ത് അമർത്തി നിറയ്ക്കരുത്. കാരണം ആവി കയറ്റി വരുന്നതാണ് പുട്ട്. അപ്പം അത് കറക്റ്റായിട്ട് ആവാനുള്ള സ്പേസ് കൊടുക്കണം. ഓക്കെ. ഞാൻ ഇതൊരു പ്ലേറ്റ് കൂടെ വയ്ക്കട്ടെ, അല്ലെങ്കിൽ താഴെയൊക്കെ കൊട്ടും. ഓക്കെ. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് നിറച്ച് കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 1/4 ഭാഗമായി കഴിഞ്ഞാൽ വീണ്ടും തേങ്ങ നിറയ്ക്കാം. നിങ്ങൾക്ക് തേങ്ങയുടെ ക്വാണ്ടിറ്റി കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഭാഗമായിട്ട് 2 സെറ്റായിട്ട് വരും. ഞാനെപ്പോഴും 3 സെറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗം നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെയും നിറയ്ക്കും. ഓക്കെ. ഇപ്പോൾ ഒരു 2-3 ടീസ്പൂൺ നിറച്ചിട്ടുണ്ട്. ഞാനിനി ഇപ്പോൾ 1/4 ഭാഗം ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ ഇതേമാതിരി തന്നെ 1-2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തേങ്ങ ചിരകിയത്. എന്നിട്ട് ബാക്കി വീണ്ടും തേങ്ങ. എന്നിട്ട് വീണ്ടും തേങ്ങയില്ല, വീണ്ടും പുട്ടുപൊടി. അപ്പം വീണ്ടും 1/4 ഭാഗത്തോളം നിറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ബാക്കി തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി വീണ്ടും പുട്ടുപൊടി. ഇപ്പം മുഴുവൻ നിറച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്യണം. ഒരിക്കലും പ്രസ് ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് അടച്ചിട്ട് ഞാൻ ആ പുട്ടുകുറ്റിയിൽ, ഇത് പുട്ടുകുറ്റി, ഇതിൻ്റെ അടിയിലൊരു പാത്രം ഉണ്ടാവും. അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം പകുതിയോളം കാണിച്ചു തരാം. ഇതാണ് പുട്ടിൻ്റെ പാത്രം. ഇതിലേക്ക് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം പകുതിയോളം ഈ ഭാഗത്തോളം ഞാൻ വെള്ളം നിറച്ച്, ഈ ഒരു വരയില്ലേ, ഇതുവരെ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈ ഫ്ലെയിമിലിട്ടിരിക്കുക. എപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കുറ്റി വെച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കൂടെ ആവി വരും. അപ്പോൾ നമുക്ക് പുട്ടായി എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതേമാതിരി തന്നെ ഇതിലും ചിരട്ട പുട്ടിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതിലും ഇതേപോലെ ഗ്യാപ്പുണ്ട്. ഇതേപോലെ അടിയിലൊരു ചില്ലുണ്ടാവും. ഇതിൻ്റെ ചില്ലല്ല, സേവനാഴിയുടെ ചില്ലാണ്. തൽക്കാലം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അത് കാണാനില്ല, ഞാൻ കുറേ തിരഞ്ഞു നോക്കി. അപ്പം ഇത് ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. കുക്കറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. വിസിലില്ലാതെ വെച്ചിട്ടുണ്ട്. അതാ തേങ്ങ സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി പുട്ടുപൊടി ഇട്ട് കൊടുക്കാം.
നിറച്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ക്യാപ്പ് അടച്ചിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കുക്കറിലും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതാ മേലേക്ക് നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടയിൽ നിന്ന് കൂടെ നമുക്ക് ആവി വരും. അപ്പോൾ നമുക്ക് പുട്ടായി എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പം ഇത് നമ്മുടെ പുട്ടുക്കുറ്റിയിൽ നിന്ന് ആവി വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 3 ഹോളുണ്ട് അതിൽ, അടപ്പിലിൻ്റെ മേലെ. ആ 3 ഹോളിൽ കൂടെയും ആവി വരും. അപ്പം നല്ലോണം ആവി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുട്ടായി എന്നുള്ളതാണ് അർത്ഥം. ഞാനൊരു 7 അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കും. നന്നായിട്ട് ഉള്ളിലൊക്കെ നന്നായി വെന്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റി പുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടുക്കുറ്റിയിൽ നിന്ന് നല്ലോണം ആവി വരുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റവ് ഒന്ന് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് നമുക്കിത് എടുക്കാം. എന്തെങ്കിലും തുണി കൊണ്ട് വല്ലതും എടുത്താൽ മതി. ഓക്കെ, നല്ല ചൂടായിരിക്കും. അപ്പം മിക്കപ്പോഴും പുട്ടുക്കുറ്റിയുടെ ഒപ്പം ഇപ്പോൾ ഇങ്ങനത്തെ പുഷ് ചെയ്യേണ്ട സാധനം കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ കത്തിയുടെ ബാക്ക് വശം കൊണ്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് അതങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ചൂട് പുട്ട് റെഡിയായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചില്ലൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ നിറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ടും എടുത്തിട്ടുണ്ട്. ഇതും ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്നിട്ട് അതും തിരിച്ചിട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. ഇതേമാതിരി തന്നെ അടിയിട്ട് ചില്ല് എടുക്കണം. അപ്പോൾ ദാ നമ്മുടെ ചിരട്ടപ്പുട്ടും ആയിട്ടുണ്ട്. കുറ്റിയിൽ നിറച്ച പുട്ടുമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ. എന്നിട്ട് ഞാൻ പാലും പഴവും കൂടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും കടലക്കറിയോ പാലൊഴിച്ച് കഴിക്കുക, പഞ്ചസാര ഇട്ട് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.